തുടങ്ങാം. ഇന്നലെ ഞാൻ ആൽക്കീൻസ് ആണ് പറഞ്ഞത്. ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് പ്രോപ്പർട്ടീസ് ആണ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഏതാണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞ 10 ആൽക്കീൻസ് റിയാക്റ്റീവ് ആണ് ബിക്കോസ് ഓഫ് പൈ ഇലക്ട്രോൺ. പൈ ഇലക്ട്രോൺ റിച്ച് ആയതുകൊണ്ട് ആൽക്കീൻസ് റിയാക്റ്റീവ് ആണ്. അത് അഡീഷൻ റിയാക്ഷനിൽ പങ്കെടുക്കും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പൊ പങ്കെടുക്കുന്ന അഡീഷൻ റിയാക്ഷൻസ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു. ഇത്രയും പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, നിക്കൽ കാറ്റലിസ്റ്റ്, കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നല്ല പറഞ്ഞതാണ്. ആ പറഞ്ഞ റിയാക്ഷൻസ് കെമിക്കൽ പ്രോപ്പർട്ടി തൊട്ട് പറയാണ്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നല്ല പറഞ്ഞ റൂട്ട് ആദ്യമേ അങ്ങ് പറയാം, അതിനുശേഷം മറ്റേത് പറയാം. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, alkane of Sebaceous and Sentence reaction. Hydrogen nickel catalyst in the presence of 575 Kelvin. 575 Kelvin this reaction is known as Sebaceous and Sentence reaction. The catalytic hydrogenation ആണെങ്കിൽ അടുത്തത് halogenation. Bromine in CCl4. ഞാൻ പറഞ്ഞു bromine CCl4 ആഡ് ചെയ്യുന്ന unsaturation test. സാച്ചുറേറ്റഡ് ആണോ അൺസാച്ചുറേറ്റഡോ ആണോ എന്നറിയാനുള്ള ടെസ്റ്റ് കൂടിയാണ് ബ്രോമിൻ CCl4. ബ്രോമിൻ വാട്ടർ, ഓറഞ്ച് കളർ ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസ്ചാർജ് ചെയ്യുന്ന ടെസ്റ്റ്. ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസ്ചാർജ് ചെയ്യുന്ന ടെസ്റ്റ് കൂടിയാണ് ബ്രോമിൻ CCl4. അഡീഷൻ റിയാക്ഷൻ ഓഫ് ആൽക്കീനിലെ സെക്കൻഡ് വൺ, ബ്രോമിൻ ഇൻ CCl4 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കളർ ഡിസപ്പിയർ ചെയ്യും. ഇത് അൺസാച്ചുറേറ്റഡ് ആണ്. ആ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് തിരിച്ചറിയാനുള്ള ടെസ്റ്റ് കൂടിയാണ് ഇത്. ഇത് മൂന്നാമത്തത് എന്ന് പറയുമ്പോൾ തേർഡ് വൺ അഡീഷൻ ഓഫ് ഹാലജൻ ആസിഡ് ആണ്. അഡീഷൻ ഓഫ് ഹാലജൻ ആസിഡ് ആണ് അടുത്തത്. ഹാലജൻ ആസിഡ്, HOCl പോലുള്ള ഹാലജൻ ആസിഡ്, ഹൈപ്പോക്ലോറസ് ആസിഡ്, അഡീഷൻ ഓഫ് ഹൈപ്പോക്ലോറസ് ആസിഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. Addition of hypochlorous acid. Addition of hypochlorous acid. Important one. Addition of hypochlorous acid. Addition of hypochlorous acid. The addition of sulfuric acid followed by hydrolysis. പഠിച്ചിട്ടുണ്ട്. ഇവിടെ മാർക്കോണിക്കോ ആന്റി മാർക്കോണിക്കോ പറഞ്ഞു തരാം. ഇന്നലെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പറയാണ് സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആൽക്കഹോളായിട്ട് മാറും. ആൽക്കഹോളായിട്ട് മാറും. മാർക്കോണിക്കോഫ് ആന്റി മാർക്കോണിക്കോഫ് ഒക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് അഡീഷൻ റിയാക്ഷൻസ് മാത്രം ഇന്നലെ പറഞ്ഞ അഡീഷൻ റിയാക്ഷൻസ്. ഒന്ന് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ. ആൽക്കീൻസ് ഏതൊക്കെ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, ബ്രോമിൻ വാട്ടറിന്റെ കളർ ഡിസപ്പിയർ ചെയ്തു. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, അതായത് ഹാലജന്റെ ഓക്സോ ആസിഡ്, അടുത്ത സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്ത് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. അടുത്ത തേർഡ് വൺ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ റിയാക്ഷൻസ് ആണ്. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷന്, ഹാലജനേഷന്, അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഇത്രയും കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞ റിയാക്ഷൻസ് ആണ്. ഇനി ഇന്നലെ പറഞ്ഞ റിയാക്ഷനിൽ അടുത്ത റിയാക്ഷൻ എനിക്ക് തോന്നുന്നു ഇന്നലെ പറഞ്ഞതാണ് നമ്മൾ നൈട്രോസിൽ ക്ലോറേറ്റ്. അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ്, അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ് ഇന്നലെ പറഞ്ഞ റിയാക്ഷൻ ആണ്. അഡീഷൻ ഓഫ് നൈട്രോസിൽ ക്ലോറൈഡ്. Addition of nitrosyl chloride. The product formula is addition of nitrosyl chloride. ഇന്നലെ പറഞ്ഞ റിയാക്ഷൻ. ഇനി ഒരു റിയാക്ഷൻ കൂടി ഇന്നലെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും റിയാക്ഷൻസ് ഇന്നലെ പറഞ്ഞ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി, ആൽക്കീന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നത്. അപ്പൊ ആൽക്കീന്റെ പ്രോപ്പർട്ടീസ്, ആൽക്കീൻ
എത്തീൻ എടുത്തിട്ട് എക്സാമ്പിൾ എടുത്ത് പറയുകയാണ്. ഒന്ന് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ, 2 ഹാലജനേഷൻ, അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, 4 സൾഫ്യൂരിക് ആസിഡ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്, 5 നൈട്രോസിൽ ക്ലോറൈഡ് റിയാക്ഷൻ, 6ാമത്തെ റിയാക്ഷൻ കാർബണൈലേഷൻ. ഞാൻ പറഞ്ഞതാണ് കാർബണൈലേഷൻ. കാർബണൈലേഷൻ അല്ലെങ്കിൽ ഓക്സോ പ്രോസസ്. കാർബണൈലേഷൻ അല്ലെങ്കിൽ ഓക്സോ പ്രോസസ്. കാർബണൈലേഷൻ അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഓക്സോ പ്രോസസ്. വാട്ടർ ഗ്യാസ് CO+H2. അത് ഓക്സോ പ്രോസസ്സിൽ എന്തായിട്ട് മാറും? കാർബണൈലേഷൻ റിയാക്ഷൻ ആൽഡിഹൈഡ് ആയിട്ട് മാറും. CH3 രണ്ടെണ്ണം ഉണ്ടായിട്ട് CH3 ഒരു കാർബൺ കൂടി ആൽഡിഹൈഡ്, ഇവിടെ ഉള്ളതിനേക്കാൾ ഒരു കാർബണോട് കൂടി ആൽഡിഹൈഡ് ആയിട്ട് മാറും. കാർബണൈലേഷൻ റിയാക്ഷൻ. കാർബണൈലേഷൻ റിയാക്ഷൻ. ഇത്രയും റിയാക്ഷൻ ആണ് ഇന്നലെ പറഞ്ഞത്. Addition of hydrogen in presence of nickel is known as Sebezier and Sentence reaction. Addition of halogen, addition of അല്ലെങ്കിൽ bromine water test എന്ന് പറയാം. Addition of hypohalous acid, sulfuric acid in addition followed by hydrolysis. അപ്പൊ ഇവിടെ എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ആൽക്കീൻ, ആ ആൽക്കീന്റെ പ്രോഡക്റ്റ് നോക്കുക. കാർബണൈലേഷൻ അല്ലെങ്കിൽ ഓക്സോ പ്രോസസ് എന്ന് പറയും. ഞാൻ 2 നെയിം റിയാക്ഷനെ പറഞ്ഞുള്ളൂ. ഒന്ന് ഓക്സോ പ്രോസസ്, ഇവിടെ സെബേഷ്യർ ആൻഡ് സെൻറ്റൻസ് റിയാക്ഷൻ. ആൽക്കിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 6 എണ്ണം പറഞ്ഞതിനകത്ത് 2. ഒന്ന് ഓക്സോ പ്രോസസ് അല്ലെങ്കിൽ കാർബണൈലേഷൻ എന്ന് പറയും. ഓക്സോ പ്രോസസ് അല്ലെങ്കിൽ കാർബണൈലേഷനും അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് നിക്കൽ ഈസ് നോൺ ആസ് സെബേഷ്യർ ആൻഡ് സെൻറ്റൻസ് റിയാക്ഷൻ. ഇത്രയും റിയാക്ഷൻസ് ക്ലിയർ ആണ്. 6 റിയാക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതുവരെയാണ് ഇന്നലെ പറഞ്ഞത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആൽക്കീൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഇന്നലെ പറഞ്ഞത് ഇത്രയും റിയാക്ഷൻ ആണ്. അപ്പൊ ഇത്രയും റിയാക്ഷൻസ് ഞാൻ നേരെ എഴുതിയെന്നേ ഉള്ളൂ, റൂട്ടൊന്നും എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ല, ഒരെണ്ണം കൂടെ പറഞ്ഞില്ല. അഡീഷൻ ഓഫ് സൾഫ്യൂറൈൽ ക്ലോറൈഡ് കൂടെ പറഞ്ഞു. ശരി, അഡീഷൻ ഓഫ് സൾഫ്യൂറൈൽ ക്ലോറൈഡ്. അത് ഞാനിത് മായച്ചിട്ടങ്ങ് എഴുതാം. അതാണ്ടിട്ടില്ല. അടുത്ത റിയാക്ഷൻസ് 7ാമത്തെ റിയാക്ഷൻ തൊട്ട് എഗെയിൻ ഞാൻ എത്തീനെടുത്തു. അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ക്ലോറൈഡ്, സൾഫർ മോണോക്ലോറൈഡ്, S2Cl. അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്. ഞാൻ പറഞ്ഞു മസ്റ്റാർഡ് ഗ്യാസ് ഉണ്ടാവുന്ന റിയാക്ഷൻ. അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്. അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്. ശ്രദ്ധിക്കുക, മസ്റ്റാർഡ് ഗ്യാസ് ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ്. Addition of sulfur monochloride. നോക്കിയ അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ് ആണ്. S2Cl2. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഗ്യാസ് മസ്റ്റാർഡ് ഗ്യാസ്. അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്. ഇന്നലെ ഇത്രയും റിയാക്ഷനാ പറഞ്ഞ. അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്, മസ്റ്റാർഡ് ഗ്യാസ്. പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ ചോദിക്കും. എത്തീൻ പ്ലസ് ഒരു ഡബിൾ ബോണ്ട് പ്ലസ് S2Cl2. ഡബിൾ ബോണ്ട് സിമെട്രിക്കൽ ആണെങ്കിൽ S2Cl2 സൾഫർ മോണോക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്. അഡീഷൻ ഓഫ് ആൽക്കീന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ആണ് പറഞ്ഞത്. അതിനകത്ത് അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്. CH2Cl, CH2Cl. ഇതിനെ വിളിക്കുന്ന മസ്റ്റാർഡ് ഗ്യാസ്. നോട്ട് ചെയ്തിട്ടുള്ള അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്, മസ്റ്റാർഡ് ഗ്യാസ്. അടുത്ത ഇതുവരെയാണ് ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ? അതെയോ? ഇന്നലെ പറഞ്ഞത് ഇതുവരെ അല്ലേ? അതെ. അപ്പൊ ഈ റിയാക്ഷൻ ഇത്രയും ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല.
അടുത്ത റിയാക്ഷൻ നിങ്ങൾക്കറിയാം ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഞാൻ റൂട്ടായിട്ട് പിന്നെ വരയ്ക്കാം. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചു തന്നിട്ട് റൂട്ട് വരയ്ക്കാം. നല്ല പഠിപ്പിച്ചത് ഇന്ന് റൂട്ടാക്കി. അപ്പൊ ഇതിന്റെ ബാക്കി റൂട്ട് എന്ന് പറഞ്ഞു തരാം. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, നമുക്കൊരു ആൽക്കീൻ തന്നിട്ടുണ്ട്, അതിനകത്ത് ഡൈബോറൈൻ ആഡ് ചെയ്യും. ഡൈബോറൈൻ എന്ന് പറയുമ്പോൾ B2H6 ആണ്. അങ്ങനെ നമുക്ക് തൽക്കാലം നമുക്ക് BH3 ടോയ്സ് ഉണ്ട്, ഡൈബോറൈൻ ആഡ് ചെയ്യുന്നു. ഡൈബോറൈൻ ആഡ് ചെയ്യുമ്പോൾ CH2 സിംഗിൾ ബോണ്ട് CH2 ആയി. ഒരിടത്തോട്ട് ഹൈഡ്രജനും പോയി, ഇപ്പുറത്തോട്ട് BH2 പോയി. അതായത് ചിലപ്പോ അവര് ഇങ്ങനെ തന്നാലും ഡൈബോറൈന്റെ ഹാഫ്, അപ്പൊ അഡീഷൻ ഓഫ് ഡൈബോറൈൻ. അപ്പൊ അതാ സംഭവിച്ചു. ഇനി എഗെയിൻ ആഡ് ചെയ്യും, ഒരു എത്തീൻ മോളിക്യൂൾ ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി. കാരണം ഇവിടുത്തെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി. ആഡ് ചെയ്തിട്ടുണ്ട്, അകത്തോട്ട് താണ്ട് ഇവിടുന്ന് ഒരു എച്ച് പോയി. ബാക്കി ഇവിടെ BH CH2 CH3, ഇതിന്റെ ഒരു എച്ച് ഇങ്ങോട്ട് പോയി, ബാക്കിയുള്ളത് ഇവിടെ ആഡ് ചെയ്യും. ഇനി അഗെയിൻ ഇനി ഒരു എച്ച് കൂടെ കൊടുക്കാണ്ടായിട്ട് വീണ്ടും ആഡ് ചെയ്യുന്നു ഡബിൾ ബോണ്ട് CH2 ഡബിൾ ബോണ്ട് CH2 വീണ്ടും ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കാം, ഇതിങ്ങ് എഴുതാം, സിംഗിൾ ബോണ്ട്, അകത്തോട്ടൊരു എച്ച്, ബാക്കി B CH2 CH3. ഇനി ഫോളോഡ് ബൈ നമ്മൾ എന്ത് ചെയ്യുന്നു? പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബേസ് ആഡ് ചെയ്യുന്നു. അപ്പൊ NaOHന്റെ പ്രസൻസിൽ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് BOH thrice പ്ലസ് 3CH3 CH2 OH ആയിട്ട് മാറും. ഇത്രയും കാണാൻ പറ്റത്തില്ല. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ആൽക്കീൻ ആണ്. അതിനകത്തോട്ട് ഡൈബോറൈൻ ആഡ് ചെയ്യുന്നു. ഡൈബോറൈൻ എന്ന് പറയുമ്പോൾ B2H6 ആണ്, അതിന്റെ ഹാഫ്. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ടോയ്സ് അപ്പൊ നോക്കുക, ഒരെച്ച് BH3 ഒരെച്ച് ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആക്കിക്കൊണ്ട് BH3 ഒരെച്ച് ഇങ്ങ് പോയി. ബാക്കി ഇവിടെ എന്നാ ഉള്ളത്? എഗെയിൻ നമ്മൾ ആരെ ആഡ് ചെയ്യുന്നു? ആൽക്കീൻ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കി, ആ ആൽക്കീൻ ആഡ് ചെയ്ത ആൽക്കീനെ സിംഗിൾ ബോണ്ട് ആക്കിക്കൊണ്ട് ഒരെച്ച്, ബാക്കി ഇവിടെ BH CH2 CH3. എഗെയിൻ ഇതിനകത്തോട്ട് ഞാൻ ഡബിൾ ബോണ്ട് വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും സിംഗിൾ ബോണ്ട് ആയി, ഒരെച്ച് ഉള്ളത് ഇവിടെ പോയി, ബാക്കി B റിയാക്ഷൻ ഫോളോഡ് ബൈ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് BOH thrice ആയിട്ടും ബാക്കി 3 റാഡിക്കലും, ഇവിടെ ഏതൊക്കെ റാഡിക്കലുണ്ടോ ആ റാഡിക്കൽ മൊത്തം ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പൊ അത് പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അപ്പൊ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷന്റെ പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷന്റെ പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആണ്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എവിടെ നടന്നാലും കിട്ടുന്ന പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നമുക്ക് തരുന്നത് പ്രൊപ്പീനാണ്. അവിടെ ഒന്നാമത്തെ സ്റ്റെപ്പില് ഡൈബോറൈനും രണ്ടാമത്തെ പ്രസൻസിൽ പെറോക്സൈഡിന്റെ പ്രസൻസിലുള്ള ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ധൈര്യമായിട്ട് എഴുതിക്കൊള്ളുക, അത് പ്രൈമറി ആൽക്കഹോള്, 3 പ്രൈമറി ആൽക്കഹോള് കിട്ടും, പ്ലസ് BOH thrice. ഇതാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ.
ഇപ്പൊ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കീനെ ഡൈബോറൈൻ ആഡ് ചെയ്ത് ഫോളോഡ് ബൈ ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രസൻസിൽ ഹൈഡ്രോളിസിസ്. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഹൈഡ്രോളിസിസ് ചെയ്യും. അപ്പൊ ആന്റി മാർക്കോണിക് ഓഫ് അഡീഷൻ പ്രൈമറി ആൽക്കഹോളിലേക്ക് പോകും. പ്രൈമറി ആൽക്കഹോൾ ഇസ് ദ പ്രോഡക്റ്റ്. അപ്പൊ അവിടുത്തെ പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അപ്പൊ ആൽക്കീൻ ഡൈബോറൈൻ ആഡ് ചെയ്ത് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. എപ്പോഴും പ്രോഡക്റ്റ് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആ കാറ്റലിസ്റ്റ് നോക്കിയിട്ട് അല്ല അവിടുത്തെ റിയേജന്റ് നോക്കിയിട്ടാണ് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്താൽ മതി. എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബണുള്ള ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കുമെന്നേ ഉള്ളൂ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇതാണ് ഞാനിപ്പം പറഞ്ഞത്. ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഇനി ബയേഴ്സ് റിയേജന്റ് ഉപയോഗിച്ചുള്ള ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ. ആൽക്കീന്റെ ഓക്സിഡേഷൻ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഞാൻ ബയേഴ്സ് റിയേജന്റ് ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അതേ ആൽക്കീൻ എടുക്കുക, എത്തീൻ എടുക്കും. ഓക്സിഡേഷൻ ആണ് സംഭവം. ഞാൻ കോൾഡ് ഡൈലൂട്ട് KMnO4 ബേസ് ആൽക്കലൈൻ KMnO4 കോൾഡ് ആൽക്കലൈൻ KMnO4 കോൾഡ് ആൽക്കലൈൻ KMnO4 എടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ KMnO4ന്റെ കളർ ഡിസപ്പിയർ ചെയ്തു, ഗ്ലൈക്കോൾ ആയിട്ട് മാറി. ഈ റിയേജന്റിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ബേഴ്സ് റിയേജന്റ്. ആൽക്കലൈൻ KMnO4നെ വിളിക്കുന്ന പേരാണ് ബേഴ്സ് റിയേജന്റ്. അത് ഗ്ലൈക്കോൾ ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് അൺസാച്ചുറേഷൻ ടെസ്റ്റ് കൂടിയ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ ഡബിൾ ബോണ്ടിൽ നമ്മൾ KMnO4 ആൽക്കലൈൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഗ്ലൈക്കോൾ ആയിട്ട് മാറും. അതായത് പിങ്ക് കളർ ഇല്ലാണ്ടാവും. ഈ KMnO4ന്റെ പിങ്ക് കളർ ഡിസ്ചാർജ് ആവും. അപ്പൊ എത്തീൻ അതിനകത്ത് കോൾഡ് ഡൈലൂട്ട് KMnO4 ആൽക്കലൈൻ KMnO4 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഈ KMnO4ന്റെ പിങ്ക് കളർ ഇവിടെ ഡിസ്ചാർജ് ആവും, ഗ്ലൈക്കോൾ ആയിട്ട് മാറും. ഇവിടെ നമ്മൾ ഹോട്ട് KMnO4 അസിഡിക് എടുക്കുവാണെങ്കിലോ KMnO4 ആൽക്കലൈൻ കുറച്ചുകൂടെ ഹോട്ട് അസിഡിക് KMnO4 പ്ലസ് H2SO4 എടുക്കും. രണ്ടും തമ്മിൽ വ്യത്യാസം. ഇത് ആൽക്കലൈൻ KMnO4, ഇത് അസിഡിക് KMnO4, അത്രേ ഉള്ള വ്യത്യാസം. ഇത് ആൽക്കലൈൻ KMnO4 ആണെങ്കിൽ ഇത് അസിഡിക് KMnO4, അത്രേ ഉള്ള ഡിഫറൻസ്. അപ്പൊ ഇവിടെ കിട്ടുന്നത് ഒരു കാർബൺ അങ്ങ് ആസിഡ് ആയിട്ട് മാറും. അടുത്ത കാർബൺ പ്രോഡക്റ്റ് വ്യത്യാസമുണ്ട്, കണ്ടോ? അപ്പൊ ഇത് ആൽക്കലൈൻ KMnO4ന്റെ പ്രോഡക്റ്റും അസിഡിക് KMnO4ന്റെ പ്രോഡക്റ്റും വ്യത്യാസമാണ്. അസിഡിക് KMnO4 ഉറപ്പായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് ഫോമിക് ആസിഡ്. ഓക്കെ, അപ്പൊ ആൽക്കലൈൻ KMnO4, ഇത് അസിഡിക് KMnO4. അപ്പൊ ഓക്സിഡേഷൻ ബയേഴ്സ് റിയേജന്റ് ഉപയോഗിച്ചുള്ള ഓക്സിഡേഷൻ ആണ് പറഞ്ഞത്. ഇവിടെ ആൽക്കലൈൻ KMnO4, ഇത് അസിഡിക് KMnO4. ആൽക്കലൈൻ KMnO4ൽ ഗ്ലൈക്കോൾ കിട്ടും, അസിഡിക് KMnO4ൽ ഫോമിക് ആസിഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അത് സ്ഥിരമായിട്ട് നമുക്ക് വാട്ട് ഹാപ്പൻ വെൻ ക്വസ്റ്റിനകത്ത് ഇത് ചോദിക്കുന്നതാണ്. എത്തീൻ പ്ലസ് KMnO4 പ്ലസ് H2SO4, the product obtained is next action with oxygen. ഇവിടെ എത്തീൻ എടുക്കുകയാണ്. റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് സിൽവർ കാറ്റലിസ്റ്റ്. ശ്രദ്ധിച്ചാ അവിടെ എത്തീനെ ഞാൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. എന്തിന്റെ പ്രസൻസിൽ? സിൽവർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഇവിടെ കിട്ടുന്ന എപ്പോക്സി എത്തൈൻ, the product obtained is
epoxy. The product obtained is what? Epoxyethane. ഒരു നിമിഷം. Sorry. Above the product obtained is okay. So the product obtained is epoxyethane. അവിടെ കിട്ടിയ പ്രോഡക്റ്റ് ആണ് എപ്പോക്സിയെത്തൈൻ. അപ്പം ആൽക്കീൻ അതിനെ ഓക്സിജൻ സിൽവർ കാറ്റലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എപ്പോക്സിയെത്തൈൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ രണ്ട് റിയാക്ഷൻ നോക്കിക്കോളാം. ഒന്ന് എത്തീൻ പ്ലസ്, നിങ്ങളെടുത്തത് KMnO4 അസിഡിക് ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ്. അടുത്തത് ഓക്സിജൻ സിൽവർ കാറ്റലിസ്റ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോക്സിയെത്തൈൻ. ദ പ്രോഡക്റ്റ് obtained is what? എപ്പോക്സിയെത്തൈൻ ആണ് അവിടുത്തെ പ്രോഡക്റ്റ്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ആൽക്കീൻ എടുക്കുക. അത് ഞാൻ എത്തീൻ തന്നെ എടുത്തു. എത്തീനെ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ, പെറോക്സൈഡ് ഉപയോഗിച്ച് ഓക്സിഡേഷൻ എന്തിന്റെ പ്രസൻസില? പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്നു. അപ്പൊ നമുക്ക് ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. അപ്പൊ പെറോക്സൈഡിന്റെ പ്രസൻസിലുള്ള ഓക്സിഡേഷൻ ആണെങ്കിൽ കിട്ടുന്നത് ആൽക്കഹോൾ ആണ്. അപ്പൊ എത്തീനെ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തും. അപ്പൊ നമുക്ക് ആൽക്കഹോൾ ഇസ് ദ പ്രോഡക്റ്റ്. അപ്പം എത്തീനെ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്നു. അങ്ങനെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ആൽക്കഹോൾ. എത്തീനെ നമ്മൾ പെറോക്സൈഡിന്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ നടത്തുന്നു. അങ്ങനെ നമ്മൾ ഓക്സിഡേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആൽക്കഹോൾ. അപ്പൊ ഓക്സിഡേഷൻ ശ്രദ്ധിക്കുക, സിൽവർ കാറ്റലിസ്റ്റ് ആണെങ്കിൽ എപ്പോക്സിയെത്തൈൻ, എപ്പോക്സി കോമ്പൗണ്ട്. അപ്പം ഡബിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിനെ ഓക്സിഡേഷൻ നടത്തുന്ന സിൽവർ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഓക്സിജനുമായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോക്സിയെത്തൈൻ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് ഓക്സിഡേഷൻ നടത്തുന്നതെങ്കിൽ ആൽക്കഹോൾ ആയിട്ട് മാറും. ഇനി അടുത്ത നോർമൽ കമ്പസ്റ്റൻ ആണെങ്കിൽ അതൊന്നുമില്ല, CO2 plus H2O, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. കമ്പസ്റ്റൻ റിയാക്ഷൻ എവിടെ ആയാലും ശരി, അവിടെ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെ? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ. അപ്പം ഓക്സിഡേഷൻ ഇത്രയാണ് ഞാൻ പറഞ്ഞത്, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. ഇത് കമ്പസ്റ്റൻ, ഇത് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ കാറ്റലിസ്റ്റ്. ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ കാറ്റലിസ്റ്റ്. ഇവിടെ പെറോക്സൈഡിന്റെ പ്രസൻസിലുള്ള ഓക്സിഡേഷൻ. അപ്പൊ ഈ മൂന്നിടത്തെയും പ്രോഡക്റ്റിൽ വ്യത്യാസം നോക്കുക. അപ്പൊ ഒന്ന് എത്തീൻ പ്ലസ് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ കാറ്റലിസ്റ്റ്. രണ്ട് ആൽക്കീന്റെ പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ. മൂന്ന് കമ്പസ്റ്റൻ റിയാക്ഷൻ. ആക്ഷൻ വിത്ത് ഓക്സിജൻ, അത് കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇത് നോക്കിക്കോളാം, ഈ മൂന്ന് റിയാക്ഷൻ. ഞാൻ നേരത്തെ ഓക്സിഡേഷൻ ആ പറഞ്ഞത്, ഇത് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, അടുത്ത ഓസോണോളിസിസ് ആണ്. അടുത്ത ആൽക്കീന്റെ റിയാക്ഷൻ വന്നിട്ട് ഓസോണോളിസിസ് ആണ്. ഓസോണോളിസിസ്
ഡബിൾ ബോണ്ട് ഓസോണൈഡ് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് മാറിയിട്ട് ഓസോണാണ്. പിന്നെ സിങ്കിന്റെ പ്രസൻസിൽ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇത്രയും ഇവിടുന്ന് ബ്രേക്കാം, ഇവിടെ ഈ ഭാഗം ബ്രേക്കാം. അപ്പൊ ഇത് ഫോമാൽഡിഹൈഡ് പ്ലസ് ഫോമാൽഡിഹൈഡ് ആണ്. അപ്പൊ നമുക്കിവിടെ ഡബിൾ ബോണ്ടിൽ രണ്ട് സൈഡിലും വരുന്ന വാലൻസി അനുസരിച്ചിരിക്കും പ്രോഡക്റ്റ്. ഇവിടെ റാഡിക്കലും ഹൈഡ്രജനും ആണെങ്കിൽ നോക്കുക, ഇത് ആൽഡിഹൈഡ് ആണ്. ഇവിടെ രണ്ട് കീറ്റോൺ ആണെങ്കിൽ ഇവിടുത്തെ പ്രോഡക്റ്റ് നോക്കുക, രണ്ട് റാഡിക്കൽ ആണെങ്കിൽ കീറ്റോൺ കിട്ടും. അപ്പൊ ഓസോണോളിസിസ് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ എളുപ്പമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഡബിൾ ബോണ്ട് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുക, ഇവിടെ ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഈ വാലൻസിൽ എന്താണോ അത് അതുപോലെ എഴുതുക, ഈ വാലൻസിൽ എന്താണോ അതുപോലെ എഴുതുക. ഓസോണോളിസിസ് പ്രോഡക്റ്റ് എക്സാമ്പിൾ പ്ലസ് ഓസോൺ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ആണെങ്കിൽ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ വെച്ച് ബ്രേക്ക് ആക്കുക. CH3 CH2 CHO ആൽഡിഹൈഡ്. അപ്പൊ ഇത് ഒരു സൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. പുറത്ത് ഫോമാൽഡിഹൈഡ് HCHO. ഇതും ആൽഡിഹൈഡ് ആണ്, ഇതും ആൽഡിഹൈഡ് ആണ്. കാരണം ഈ കാർബൺ നോക്കുക, അതിന്റെ ഈ വാലൻസിൽ CH2 CH3, ഈ ഒരു വാലൻസിൽ ഹൈഡ്രജൻ. അപ്പുറത്തെ ഡബിൾ ബോണ്ട്, അവിടെ രണ്ട് വാലൻസിലും ഹൈഡ്രജൻ ആണ്. ഓസോണോളിസിസ് മനസ്സിലാക്കുക. ഡബിൾ ബോണ്ടിന്റെ ബാക്കി രണ്ട് വാലൻസി നോക്കിയാൽ മാത്രം മതി. രണ്ടിടത്തും റാഡിക്കൽ ആണെങ്കിൽ അത് കീറ്റോൺ ആയിരിക്കും. രണ്ടിടത്തും റാഡിക്കൽ ആണെങ്കിൽ ഒരിടത്ത് ആ കാർബണിന്റെ ഒരു വാലൻസിലെങ്കിൽ H ആണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിരിക്കും. അപ്പം ഡബിളി ബോണ്ടഡ് ആയിട്ടുള്ള കാർബണിന്റെ റിമൈനിങ് ആയിട്ടുള്ള രണ്ട് വാലൻസി നോക്കിയാൽ നമുക്ക് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്ന് കണ്ടുപിടിക്കാം. ഈ ഡബിളി ബോണ്ടിൽ ഒരു വാലൻസിലെങ്കിൽ ഹൈഡ്രജൻ ആണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിരിക്കും. ഇതിന്റെ രണ്ട് വാലൻസിൽ റാഡിക്കൽ ആണെങ്കിൽ അത് കീറ്റോൺ ഉണ്ട്. അപ്പൊ ഓസോണോളിസിസ് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പൊ അത് മനസ്സിലാക്കി വെച്ചേക്ക്, ഓസോണോളിസിസ്. ഇനി പോളിമറൈസേഷൻ ആണുള്ളത്. പോളിമറൈസേഷൻ, ആൽക്കീന്റെ പോളിമറൈസേഷൻ. N മോണോമർ ചേരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പോളിമറൈസ് അറിയാം. മോണോമർ ചേർന്ന് ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ടായി ഒരു വാലൻസി ഇങ്ങോട്ട് N എണ്ണം വരും. ഈ റിയാക്ഷനെ വിളിക്കുന്നതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ആൽക്കീന്റെ അടുത്ത റിയാക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്, പോളിമറൈസേഷൻ റിയാക്ഷൻ. അടുത്ത reaction with the per acid. Reaction with the per acid. Reaction with the per acid, per acetic acid. അങ്ങനെയൊക്കെ അറിയുമ്പോഴത്തേക്ക് എപ്പോക്സി കോമ്പൗണ്ട് കിട്ടും. പെർ അസറ്റിക് ആസിഡ്. അപ്പം ആൽക്കീൻ എത്തീൻ പ്ലസ് പെർ ആസിഡ് ആണെങ്കിൽ, പെർ അസറ്റിക് ആസിഡ് ഇങ്ങനെ പെർ ആസിഡ് ആണെങ്കിൽ പെർ ഓക്സൈഡ് ഉള്ള ആസിഡ്. അപ്പൊ പെർ ആസിഡ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോക്സി കോമ്പൗണ്ട് കിട്ടും. പെർ ആസിഡിന്റെ അഡീഷനകത്ത് എപ്പോഴും കിട്ടുന്ന കോമ്പൗണ്ട് എപ്പോക്സി കോമ്പൗണ്ട് പ്ലസ് ആസിഡ് നമ്മൾ പറഞ്ഞ പോലെ കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പെർ ആസിഡിന്റെ പ്രോഡക്റ്റ് എപ്പോക്സി കോമ്പൗണ്ട് ആണ്. എപ്പോക്സി കോമ്പൗണ്ട്. അപ്പൊ ആൽക്കീൻ പ്ലസ് പെർ ആസിഡ്, പെർ ആസിഡിന്റെ അഡീഷൻ. ഇത്രയാണ് റിയാക്ഷൻസ്. പെർ ആസിഡിന്റെ അഡീഷൻ നോക്കിക്കൊള്ളാം. പെർ ആസിഡിന്റെ അഡീഷൻ. അപ്പൊ എപ്പോക്സി കോമ്പൗണ്ട്. എപ്പോക്സി കോമ്പൗണ്ട് രണ്ടിടത്ത് കിട്ടും. അപ്പൊ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി മൊത്തത്തിൽ പറയുമ്പോൾ ഏതാണ്ട് 18 വരും. ഞാൻ ഇന്നലെ പറഞ്ഞു 17 പ്രോപ്പർട്ടി പറയാനുണ്ടെന്ന്. ഒന്ന് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലുള്ള അഡീഷൻ, സെബേഷ്യർ ആൻഡ് സെൻട്രൻസ് റിയാക്ഷൻ. നമുക്കറിയാം ആൽക്കൈൻ ഈസ് ദ പ്രോഡക്റ്റ്. രണ്ട്, ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, ബ്രോമിൻ CCl4, ബ്രോമിന്റെ കളർ ഡിസപ്പിയർ ആവുന്ന ടെസ്റ്റ്. മൂന്നാമത്തത് third one, nickel Sebastian and Sentence reaction, bromine water test. Then next one, nitrosyl chloride, addition of nitrosyl chloride. At the addition of sulfur monochloride, mustard gas.
മസ്റ്റാർഡ് ഗ്യാസ്, അഡീഷൻ ഓഫ് സൾഫർ മോണോക്ലോറൈഡ്, മസ്റ്റാർഡ് ഗ്യാസ്. ഞാൻ പറഞ്ഞില്ല എൻട്രൻസിൽ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ റിയാക്ഷന്റെ പിന്നെ മൊത്തം മെക്കാനിസം ഒന്നും പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ റിയേജന്റ് നോക്കുക, കിട്ടിയ ആൽക്കീനാണ് കിട്ടുന്നത്, ആൽക്കീന്റെ ഡബിൾ ബോണ്ട് ബ്രേക്കപ്പ് ആവുന്നു, പാരന്റ് ചെയിൻ എന്ത് സംഭവിക്കുന്നു നോക്കുക. പാരന്റ് ചെയിൻ അതുപോലെ റിമെയിൻ ചെയ്യാം, ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയി, ആ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരിടത്ത് ക്ലോറിൻ ഒരിടത്ത് ക്ലോറിൻ ഒരിടത്ത് കരുത്, അങ്ങനെ മാത്രം ചിന്തിക്കുക, അങ്ങനെ പഠിക്കുക. അടുത്ത സൾഫർ മോണോക്ലോറൈഡ് അഡിഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ ഡൈബോറൈൻ ഫോളോഡ് ബൈ പെറോക്സൈഡിന്റെ പ്രസൻസിലുള്ള ഹൈഡ്രോളിസിസ്. അപ്പൊ അത് പ്രൈമറി ആൽക്കഹോൾ ഇസ് ദ പ്രോഡക്റ്റ്, കിട്ടുന്നത് പ്രൈമറി ആൽക്കഹോൾ. ഇവിടെ ആവുമ്പോഴത്തേക്ക് അത് 3CH3CH2OH പ്രൈമറി ആൽക്കഹോൾ ഇസ് ദ പ്രോഡക്റ്റ്. അപ്പൊ 1, 2, 3, 4, 5 റിയാക്ഷൻ. അത് ഇന്നലെ പറഞ്ഞ റിയാക്ഷൻ. അതിനകത്ത് ഒരു റിയാക്ഷൻ കൂടെ പറഞ്ഞതുണ്ട്, റൂട്ട് എല്ലാം പറഞ്ഞു പോവാണ്. അഡീഷൻ ഓഫ് പിന്നെ ഹൈഡ്രോജനേഷൻ, ബ്രോമിനേഷൻ, നൈട്രോസിൽ ക്ലോറൈഡ് അഡീഷൻ, സൾഫർ മോണോക്ലോറൈഡ് അഡീഷൻ, ഹൈഡ്രോബോറേഷൻ ഓക്സിഡേഷൻ. ദെൻ ഇന്നലെ പറഞ്ഞതിൽ ഒരു റിയാക്ഷൻ അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ, ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ. അപ്പൊ ഇത് ഇന്നലെ പറഞ്ഞ റിയാക്ഷൻസ് ആണ് ഇത്രയും. അപ്പൊ അത്രയും കാര്യങ്ങൾ റൂട്ടിനകത്ത് നിങ്ങൾ വരച്ചതാണ് രാവിലെ. അപ്പൊ ഇന്ന് പറഞ്ഞ റിയാക്ഷന്റെ റൂട്ട് കൂടെ പറയാണ്. ആൽക്കീന്റെ അടുത്ത റിയാക്ഷൻസ് ഇന്ന് പറഞ്ഞ റിയാക്ഷൻ 1 പോളിമറൈസേഷൻ. ഞാൻ അത് അതുപോലെ അങ്ങ് പറയാം, പോളിമറൈസേഷൻ റിയാക്ഷൻ. അപ്പൊ പോളിമറൈസേഷൻ റിയാക്ഷന്റെ പ്രോഡക്റ്റ് എഴുതാന് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയി എന്നുണ്ടെങ്കിൽ ഇതാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. അടുത്തത് ഓസോണോളിസിസ് ഫോളോഡ് ബൈ അപ്പൊ സിങ്കിന്റെ പ്രസൻസിലുള്ള ഹൈഡ്രോളിസിസ്. ഇവിടെ ഓസോണൈഡ്, ആ ഓസോണൈഡ് ഫർദർ ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഓസോണൈഡ് ആണ്, ആ ഓസോണൈഡ് ഫർദർ ആൽഡിഹൈഡ് ആയിട്ട് മാറുന്ന കാണാം. അത് ഫർദർ ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഇവിടെ ഞാൻ പറഞ്ഞു ആ ഡബിൾ ബോണ്ടിന് ഉണ്ട് ബാക്കി വരുന്ന 2 ബാലൻസ്, ആ 2 ബാലൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും പ്രോഡക്റ്റ്. ഒരു ബാലൻസിലെങ്കിലും ഹൈഡ്രജൻ വന്നത് ആൽഡിഹൈഡ്, 2 ബാലൻസിലും റാഡിക്കൽ വന്നാൽ കീറ്റോൺ. നിങ്ങൾക്ക് പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. എങ്ങനെ? ഡബിൾ ബോണ്ട് മുറിച്ചിട്ട് ഇവിടെ ഓക്സിജൻ ഇവിടെ ഓക്സിജൻ കൊടുത്ത പ്രോഡക്റ്റ് ആയി. ഓസോണോളിസിസ്. ദെൻ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ ഏജന്റ് യൂസ് ബെയേഴ്സ് റിയേജന്റ് ആണ്. ബെയേഴ്സ് റിയേജന്റ് ആൽക്കലൈൻ KMnO4, ആൽക്കലൈൻ KMnO4 പ്രോഡക്റ്റ് ഗ്ലൈക്കോൾ ഇസ് ദ പ്രോഡക്റ്റ്. ഇനി ഹോട്ട് അസിഡിക് KMnO4 ആണെങ്കിൽ, KMnO4 അസിഡിക് ആണെങ്കിൽ പ്രോഡക്റ്റ് CO2+, H2+. പിന്നെ ഓക്സിജനുമായിട്ട് ഹീറ്റ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സിൽവർ കാറ്റലിസ്റ്റ്. സിൽവർ കാറ്റലിസ്റ്റിൽ ഹീറ്റ് ചെയ്യുന്നു. എപ്പോക്സി കോമ്പൗണ്ട് കിട്ടും, എപ്പോക്സി കോമ്പൗണ്ട്, എപ്പോക്സി എത്തൈൻ കിട്ടും. നോക്കുക, റൂട്ട് നോക്കി വരച്ചിടുക. ഓക്കെ, ഇപ്പം
റിയാക്ഷൻസ് ഇനി നമുക്ക് പെർ ആസിഡിലുള്ള റിയാക്ഷന് ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ. ഇത്രയും റിയാക്ഷൻ ആണ് ആൽക്കീന്റെ റിയാക്ഷൻ. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീന്റെ റൂട്ട് ക്ലിയർ ആണോ? അപ്പൊ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ ഡിസ്കസ് ചെയ്ത അഡീഷൻ റിയാക്ഷൻസ് ആണ്. അപ്പൊ ഈ ഇത്രയും അഡീഷൻ റിയാക്ഷൻസ് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ റൂട്ട് പറഞ്ഞത്, റൂട്ട് മാത്രം പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, അഡീഷൻ റിയാക്ഷൻ. ഇനി ശ്രദ്ധിക്കാനുള്ള റിയാക്ഷൻ നോക്കുക. ആൽക്കീൻ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യും. നമുക്കറിയാം ഹാലജനേഷൻ അറിയാം, പക്ഷെ ഇത് കണ്ടീഷൻ റിയാക്ഷൻ ആണ്. ആൽക്കീനകത്തോട്ട് ക്ലോറിൻ ആഡ് ചെയ്യുന്നു. അത് 525 കെൽവിൻ 625 കെൽവിന്റെ ഇടയ്ക്കാണെങ്കിൽ അത് മോണോക്ലോറിനേഷൻ നടക്കും. അവിടെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അപ്പൊ അഡീഷൻ ഓഫ് ക്ലോറിൻ കണ്ടീഷണൽ ആണ്. 525നും 625നും ഇടയ്ക്കാണെങ്കിൽ അവിടെ കിട്ടുന്ന റിയാക്ഷൻ മോണോക്ലോറിനേഷൻ. ആ കിട്ടുന്ന റിയാക്ഷൻ മോണോക്ലോറിനേഷൻ. ഇത് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. ഇനി അതുപോലെ തന്നെ ഓസ്മിയം ടെട്രോക്സൈഡ്, അഡീഷൻ ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ്, ആൽക്കീന്റെ അഡീഷൻ ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ്. ഇവിടെ ബ്രേക്കായി, ഡബിൾ ബോണ്ട് ബ്രേക്കായി. ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഓസ്മിയം ടെട്രോക്സൈഡ് ആണ്. നേരത്തെ ഓസോണൈഡ് കിട്ടിയതുപോലെ തന്നെ ഓസ്മിയം ടെട്രോക്സൈഡിന്റെ അഡീഷനാ ഓസ്മിയം. അപ്പൊ ആൽക്കീൻ പ്ലസ് ഓസ്മിയം ടെട്രോക്സൈഡ്. അപ്പൊ ഓസ്മിയത്തിന്റെ ഒരു കോമ്പൗണ്ട് ഉണ്ടായി. ഫർദർ ഈ കോമ്പൗണ്ടിനെ നോക്കുക, ഓസ്മിയത്തിന്റെ കോമ്പൗണ്ട് ശ്രദ്ധിച്ചു നോക്കുക. ആൽക്കീനകത്ത് ഓസ്മിയം ടെട്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോമ്പൗണ്ട്, അവിടെ കിട്ടുന്ന കോമ്പൗണ്ട്, ഇതിനകത്ത് നമ്മൾ സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്യണം. ഈ കിട്ടിയ കോമ്പൗണ്ടിനോട് സോഡിയം ബൈസൾഫേറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് തന്നിരിക്കുന്ന ഏത് ആൽക്കീനായാലും ശരി, ആ ആൽക്കീന്റെ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആവുക. ആ എവിടെ ബോണ്ട് വന്നിരിക്കുന്ന അതിനകത്തോട്ട് ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കൊടുക്കുക. ആ ഫോളോഡ് ബൈ നമുക്ക് ഗ്ലൈക്കോൾ ഇസ് ദ പ്രോഡക്റ്റ്. കിട്ടുന്ന പ്രോഡക്റ്റ് ഗ്ലൈക്കോൾ ആണ്. അപ്പൊ അഡീഷൻ ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ് ഫോളോഡ് ബൈ അഡീഷൻ ഓഫ് സോഡിയം ബൈസൾഫേറ്റ്, ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഗ്ലൈക്കോൾ. അടുത്തൊരു റിയാക്ഷൻ ആണ് ആൽക്കീന്റെ അടുത്തൊരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്നത്. അഡീഷൻ ഓഫ് ഓസ്മിയം ടെട്രോക്സൈഡ് ഫോളോഡ് ബൈ സോഡിയം ബൈസൾഫൈറ്റിന്റെ അഡീഷൻ. അപ്പൊ അവിടെ ഗ്ലൈക്കോൾ കിട്ടും. ആൽക്കീന്റെ പ്രോപ്പർട്ടീസ് ആണ് പറഞ്ഞത്. ആൽക്കീന്റെ അഡീഷൻ റിയാക്ഷൻ ആണ് പറഞ്ഞത്. ഇനി അലൈലിക് ക്ലോറിനേഷൻ, അടുത്ത റിയാക്ഷൻ ആണ് അലൈലായിട്ടുള്ള അലൈലിക് ക്ലോറിനേഷൻ. നമുക്ക് ഒരു ഹയർ ആൽക്കീൻ എടുത്തു, ഒരു ഹയർ ആൽക്കീന്റെ റിയാക്ഷൻസ് ആ പറയുന്നത്. ഹയർ ആൽക്കീൻസിന്റെ റിയാക്ഷൻ ആ പറഞ്ഞത്. ഒരു ഹയർ ആൽക്കീൻ, ഞാൻ ഡബിൾ ബോണ്ട് എത്തീൻ മാറ്റി ഒരു ഹയർ ആൽക്കീൻ എടുത്തു. ഇപ്പൊ ഇനി പറയാൻ പോകുന്നത് ഹയർ ആൽക്കീന്റെ റിയാക്ഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഹയർ ആൽക്കീൻസിന്റെ റിയാക്ഷൻ ആണ് പറയുന്നത്. ഇപ്പൊ ഒരു ഹയർ ആൽക്കീൻ എടുത്തു, നേരത്തെ കണ്ടതുപോലെ തന്നെ ഹാലജൻ ആഡ് ചെയ്തു about 700 Kelvin. Propene plus chlorine about 700 Kelvin. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഡബിൾ ബോണ്ടിന് മാറ്റമില്ല. ശ്രദ്ധിച്ചോ, ഡബിൾ ബോണ്ടിൽ മാറ്റമില്ല. അലൈൽ ക്ലോറൈഡ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ കിട്ടിയ പ്രോഡക്റ്റ് അലൈൽ ക്ലോറൈഡ് ആണ്.
നിങ്ങൾക്ക് ഞാൻ എൻട്രൻസ് എക്സാമിന് വേണ്ടുന്നത് ഇപ്പൊ മെക്കാനിസം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. എൻട്രൻസ് എക്സാമിന് വേണ്ടുന്ന രീതിയിൽ ഹയർ ആൽക്കീൻ പ്ലസ് ക്ലോറിൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ കിട്ടുന്നത് അലൈൽ ക്ലോറൈഡ് ആണ്. അപ്പം ഇവിടെ നോക്കുക, അലൈൽ ക്ലോറൈഡ് കിട്ടി. കാരണം ഇന്റർമീഡിയറ്റിന്റെ റെസൊണൻസ് സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് തീരുമാനിക്കുന്നത്. അപ്പൊ അവിടെ അലൈൽ ക്ലോറൈഡ് ഈസ് ദ പ്രോഡക്റ്റ്. അപ്പൊ ഹയർ ആൽക്കീൻ, എത്തീൻ അല്ല, കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ആൽക്കീൻ ക്ലോറിൻ ഇൻ ദ പ്രസൻസ് 700 കെൽവിൻ ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് അലൈൽ ക്ലോറൈഡ് ആണ്. ശ്രദ്ധിച്ചോ, ഹയർ ആൽക്കീൻ. അപ്പൊ ആ ഹയർ ആൽക്കീൻ ആണ് കിട്ടുന്നത്. ക്ലോറിനേഷൻ നടക്കുമ്പം അത് എത്ര കാർബൺ ഉണ്ടോ കിട്ടുന്നത് എന്തായിരിക്കും? അലൈലായിരിക്കും. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് അലൈലിക് ക്ലോറിനേഷൻ. അലൈലിക് ക്ലോറിനേഷൻ നോട്ട് ചെയ്തിട്ടുള്ളൂ, അലൈലിക് ക്ലോറിനേഷൻ. അങ്ങനെ കിട്ടാനുള്ള കാരണം ഇന്റർമീഡിയറ്റിന്റെ റെസൊണൻസ് സ്റ്റെബിലിറ്റി ആണ് ആ പ്രോഡക്റ്റ് കിട്ടാനുള്ള റീസൺ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു റിയാക്ഷൻ ആണ് ഹയർ ആൽക്കീൻ തരുമ്പോൾ അൺസിമെട്രിക്കൽ. ഹയർ ആൽക്കീന്റെ അടുത്തൊരു കേസ് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ് തന്നെ എടുത്താലും പെറോക്സൈഡിന്റെ പ്രസൻസിലാണെങ്കിൽ ഇവിടെ മാർക്കോണിക്കോ ഫ്ലൂളും ഇവിടെ ആന്റി മാർക്കോണിക്കോ ഫ്ലൂ. ആന്റി മാർക്കോണിക്കോ ഫ്ലൂ, മാർക്കോണിക്കോ ഫ്ലൂളും ആന്റി പെറോക്സൈഡ് എഫക്ട്. പെറോക്സൈഡ് എഫക്ട് തരുന്നത് HBr മാത്രമേ തരത്തുള്ളൂ. ഹൈഡ്രജൻ ഹാലൈഡില് HBr മാത്രമേ പെറോക്സൈഡ് എഫക്ട് തരത്തുള്ളൂ. ഹൈഡ്രജൻ ബ്രോമൈഡ് മാത്രമേ പെറോക്സൈഡ് തരത്തുള്ളൂ. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡില് പെറോക്സൈഡ് എഫക്ട് തരുന്നത് ഹൈഡ്രജൻ ബ്രോമൈഡ് മാത്രമേ തരത്തുള്ളൂ. അപ്പൊ ഹയർ ആൽക്കീനകത്ത് നമ്മൾ മാർക്കോണിക്കോ ഫ്ലൂള്, ആന്റി മാർക്കോണിക്കോ ഫ്ലൂള്, പെറോക്സൈഡ് എഫക്ട് നോക്കണം. മാർക്കോണിക്കോ ഫ്ലൂള് ഹൈഡ്രജൻ ഗോസ് ടു ദാറ്റ് സൈഡ് വേർ മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡിലോ. അപ്പൊ നമുക്ക് നോക്കിയാൽ മതി, മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈഡിലോട്ട് അടന്തം പോകും. ഹാലജൻ ഗോസ് ടു ലോവർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള സൈഡിലോട്ട്, ഹൈഡ്രജൻ കൂടുതൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഉള്ള സൈഡിലോട്ട് പോകും. ആന്റി മാർക്കോണിക്കോ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മാർക്കോണിക്കോ ഉണ്ട്. അപ്പൊ മാർക്കോണിക്കോ ഉണ്ട്, ആന്റി മാർക്കോണിക്കോ ഫ്ലൂ. ഇത് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാത്ത മാർക്കോണിക്കോ ഫ്ലൂളും ആന്റി മാർക്കോണിക്കോ ഫ്ലൂളും അറിയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞതിന്റെ കാര്യം ഇതൊക്കെ തീരട്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ഇനി ആൽക്കീനെ സംബന്ധിച്ച് കുറച്ച് കാര്യം കൂടെ പറയണം, കുറച്ച് നെയിം റിയാക്ഷൻ സോർട്ട് ചെയ്ത് പറയണം. അതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായി സർ. റിയാക്ഷൻസ് എല്ലാം ക്ലിയർ ആണോ? മനസ്സിലായി സർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വ്യക്തമാണോ? ബോർഡ് വ്യക്തമാണോ? കാണാം സർ. മഴയുടെ ഒരു ഇതുകൊണ്ടായിട്ട് ഒരു വെട്ടക്കുറവ്. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അലൈലിക് ക്ലോറിനേഷന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അലൈലിക് ക്ലോറിനേഷൻ ഹയർ ആൽക്കീൻ നോക്കുക പ്ലസ് ക്ലോറിൻ നോക്കുക. നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ അലൈൽ നിങ്ങൾ ഒരു ഒരാളെ സംബന്ധിച്ച് ഇത് ഡബിൾ ബോണ്ട് കണ്ടു, ക്ലോറിൻ കണ്ടു, ഈ ടെമ്പറേച്ചർ പോലും അവർ നോക്കത്തില്ല. അവരെന്ത് നേരെ പോയിട്ട് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് അടിച്ച് അപ്പുറത്ത് ക്ലോറിൻ കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ഇത് അലൈലിക് ക്ലോറിനേഷൻ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നേരത്തെ അത് കണ്ടവരാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതെ, എൻട്രൻസ് എക്സാമിന് നമ്മൾക്ക് 2 പ്രോഡക്റ്റ് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കുന്നത്. അലൈലിക് ക്ലോറിനേഷൻ സ്ഥിരമായിട്ട് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ എപ്പോക്സി കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്, അല്ല ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ ആ 2 ബോണ്ട് കാർബൺ ബോണ്ട് ബ്രേക്ക് ആയി 2 ആൽക്കഹോൾ ആയിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് നോക്കത്തില്ല, പെട്ടെന്ന് കയറി ആൻസർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും കെമിസ്ട്രിക്ക് വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഡബിൾ ബോണ്ട് പ്ലസ് ക്ലോറിൻ, അപ്പൊ ടെമ്പറേച്ചർ പോലും നമ്മൾ നോക്കത്തില്ല. ഡബിൾ ബോണ്ട് കണ്ടു, ക്ലോറിൻ കണ്ടു, ഹാലജൻ കണ്ടു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇട്ട് ബിസിനൽ ആക്കും.
അപ്പൊ അത് പോരാ, നമ്മൾ ശ്രദ്ധിക്കുക, അലൈലിക് ക്ലോറിനേഷൻ, ഹയർ ആൽക്കീൻ ടെർമിനൽ CH2 ഉണ്ട്, ഒരു ഹയർ ആൽക്കീന്റെ ടെർമിനൽ CH2 ഉണ്ട്, അലൈൽ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നോക്ക്, ടെർമിനൽ CH2 ഉണ്ട്, അലൈൽ ക്ലോറൈഡ് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ അവിടെ അലൈലിക് ക്ലോറിനേഷൻ ആണ് റിയാക്ഷൻ. അപ്പൊ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി ആണ് അതിന് കാരണം. ഇനി ആൽക്കീനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. പൈ ഇലക്ട്രോൺ ക്ലൗഡ് ആയതുകൊണ്ട് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ പോളാരിറ്റി ആൽക്കൈനേക്കാൾ കൂടുതലാണ്. ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ള, ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടുള്ള, പൈ ഇലക്ട്രോണിന്റെ പ്രസൻസ് ഉണ്ടായതുകൊണ്ട് നമ്മുടെ ആൽക്കീനകത്തില്ല, എന്നാൽ ആൽക്കീനകത്ത് വരുമ്പോഴത്തേക്ക് പൈ ഇലക്ട്രോൺ വരുന്നുണ്ട്, പോളാരിറ്റി കുറച്ച് കൂടും. ഇപ്പൊ സിംഗിൾ ബോണ്ടിനേക്കാൾ പോളാർ നേച്ചർ ആർക്ക് കൂടുതലാണ്? ആൽക്കീന് കൂടുതലാണ്. ഹീറ്റോഹൈഡ്രോജനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആൽക്കീന്റെ സ്റ്റെബിലിറ്റി നമുക്ക് പറയാം. ലോവർ ദ ഹീറ്റോഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കീൻ, ദ ഹയർ ഈസ് ദ സ്റ്റെബിലിറ്റി. Alkene with lower hetohydrogenation is higher stable. Hetohydrogenation ആൽക്കീന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ്. ആൽക്കീന്റെ ഹീറ്റോഹൈഡ്രോജനേഷൻ ആൽക്കീന്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്ന ഒരു ഫാക്ടറാണ്. The lower the hetohydrogenation, the higher is the stability. The lower the hetohydrogenation, the more is the stability. അതൊന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. ഹീറ്റോഹൈഡ്രോജനേഷൻ വാല്യൂ തന്നിട്ട് സ്റ്റേബിൾ ഏതാണ്, ഏത് ആൽക്കീനാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് വെച്ചാൽ the lower the hetohydrogenation, the higher is the stability. The lower the hetohydrogenation, the higher is the stability of alkene. Next, അടുത്ത Wald-Ziegler bromination. Wald-Ziegler bromination. നമുക്ക് ഒരു അലൈൽ കോമ്പൗണ്ട് തരിക, ഹെഡിങ് Wald-Ziegler bromination. Wald-Ziegler bromination. N-bromo-succinimide-ലുള്ള ബ്രോമിനേഷൻ. ആൽക്കീന്റെ N-bromo-succinimide-ലുള്ള ബ്രോമിനേഷൻ ആണ് ചോദിച്ചത്. അലൈലിക് ബ്രോമിനേഷൻ. അലൈലിക് ബ്രോമിനേഷൻ നേരത്തെ സംഭവിച്ചതുപോലെ തന്നെയാണ്. ഇവിടെയാണ് ബ്രോമിൻ ചേർന്നത്. അലൈൽ, ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അലൈലിക് ബ്രോമിനേഷൻ ഇത് ഒരു എക്സാമ്പിൾ നമ്മൾ ചോദിച്ചതാണ്. അലൈലിക് ബ്രോമിനേഷൻ, N-bromo-succinimide-ലുള്ള ബ്രോമിനേഷൻ. ഓക്കെ, N-bromo-succinimide-ൽ അലൈൽ ബ്രോമിനേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അലൈൽ ബ്രോമിനേഷൻ, അലൈലിക് ബ്രോമിനേഷൻ നോക്കിക്കോളാം. N-bromo Wald-Ziegler ബ്രോമിനേഷൻ എന്ന് വിളിക്കും. Wald-Ziegler ബ്രോമിനേഷൻ. അപ്പം നോക്കുക, അലയിലാണ്. അപ്പൊ അലയിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അപ്പൊ അലയിലേക്കേ ഉണ്ടാവത്തുള്ളൂ, പ്രോഡക്റ്റ് അലയിലേക്കേ കിട്ടത്തുള്ളൂ. അപ്പൊ പ്രോഡക്റ്റ് അലയിലേക്ക് കിട്ടുമെങ്കിൽ അവിടെ നോക്കുക, N-bromo-succinimide-ല് പ്രൊപ്പീന്റെ ബ്രോമിനേഷൻ പ്രോഡക്റ്റ് ഈസ് നോക്കുക അലൈൽ ബ്രോമൈഡ് കിട്ടും. അലൈൽ ബ്രോമൈഡ്. Wald-Ziegler bromination. Wald-Ziegler bromination. അല്ലെങ്കിൽ ഇങ്ങനെ ഹയർ ആൽക്കീൻ, ഒരു ഹയർ ആൽക്കീൻ ടെർമിനൽ CH2 ഉള്ള ഒരു ഹയർ ആൽക്കീൻ, ടെർമിനൽ CH2 വരുന്ന ഒരു ഹയർ ആൽക്കീൻ ക്ലോറിന്റെ അല്ലെങ്കിൽ ബ്രോമിന്റെ കൂടെ 800 കെൽവിൻ അബോ അല്ലെങ്കിൽ 700 കെൽവിൻ അബോ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലയിലേക്ക് കിട്ടത്തുള്ളൂ. ഒരു ഹയർ ആൽക്കീൻ, ടെർമിനൽ CH2 ഉള്ള ഒരു ഹയർ ആൽക്കീൻ
ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിന്റെ കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ above 700 Kelvin ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അലൈൽ പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ. കിട്ടുന്നത് അലൈൽ പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ. അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി. When higher alkane are heated with chlorine or bromine, when higher alkanes are heated with chlorine or bromine at a temperature above 700 Kelvin, we get allylic. നമുക്ക് allylic കിട്ടും. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഇവിടെ നല്ല മഴയായിട്ടുണ്ട്, അതുകൊണ്ടാ ചോദിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കാണുന്നു, വ്യക്തമായിട്ട് കാണുന്നുണ്ടോ? കാണാം സാർ. കാണാം. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നോക്കിയേ. സാർ ഒരു നിമിഷം. കേൾക്കാവോ? അപ്പോ കേൾക്കാം സാർ. ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ എവിടെയെങ്കിലും? ഇല്ല സാർ. അലൈലിക് ക്ലോറിനേഷൻ അല്ലെങ്കിൽ അലൈലിക് ബ്രോമിനേഷൻ മനസ്സിലായോ? ഒന്നുമില്ല. അലൈലിക് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹയർ ആൽക്കീൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന CH2 ഡബിൾ ബോണ്ട് CH2 അല്ല, ഒരു ഹയർ ആൽക്കീനാ തന്നിരിക്കുന്നത്. ഉദാഹരണത്തിന് പ്രൊപ്പീൻ തൊട്ടാ തന്നിരിക്കുന്നത്. ഇപ്പൊ തരുമ്പം നിങ്ങൾ ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ഇപ്പൊ ഡയറക്റ്റ് ഡബിൾ ബോണ്ടിനെ മാറ്റിയിട്ട് സിംഗിൾ ബോണ്ട് ആക്കി അപ്പുറത്ത് ക്ലോറിൻ കൊടുക്കരുത്. പകരം അവിടെ കിട്ടുന്ന അലയിലായിരിക്കും, കിട്ടുന്ന കോമ്പൗണ്ട് അലയിലായിരിക്കും. കാരണം ഇന്റർമീഡിയറ്റിന്റെ റെസണൻസ് സ്റ്റെബിലിറ്റി ആണ് അങ്ങനെ ഒരു കാര്യം വരാനുള്ള കാരണം. അത് മാത്രം ഞാൻ പറഞ്ഞു. ഇനി എൻ ബ്രോമോ സക്സിനിമേഡിന്റെ പ്രസൻസിലാണ് അഡീഷൻ നടക്കുന്നതെങ്കിൽ ബ്രോമിൻ പോകുന്നത് അലൈലിക് പൊസിഷൻ ആയിരിക്കും. എൻ ബ്രോമോ സക്സിനിമൈഡിന്റെ പ്രസൻസിലാണ് ആൽക്കീന്റെ അഡീഷൻ എങ്കിൽ ബ്രോമിൻ പോകുന്നത് അലൈലിക് പൊസിഷനിലായിരിക്കും. ഇനി ടെമ്പറേച്ചർ എബോവ് 700 കെൽവിൻ ആണ് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അലൈലിക് ഹയർ ആൽക്കീൻ, ആ ഹയർ ആൽക്കീൻ നമ്മൾ അഡീഷൻ വിത്ത് ഹാലജൻ എബോവ് 700 കെൽവിൻ ആണെങ്കിൽ അലൈലിക് പൊസിഷനിലാണ് ഹാലജന്റെ അഡീഷൻ നടക്കുന്നത്. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ അതിനെ വിളിക്കുന്നത് അലൈലിക് ഹാലജനേഷൻ. ക്ലിയർ ആയോ? ഹലോ കേൾക്കാമോ സാർ? കേൾക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അല്ല അതല്ല, സാറിന് കേൾക്കാമോ? എനിക്ക് കേൾക്കാമോ? ഹലോ. ഓക്കെ. എന്താ നമ്മള് ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാം സാർ. കേൾക്കാം സാർ. ഞാന് അലൈലിക് ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാണ്. എബോവ് 700 കെൽവിനില് ഒരു ഹയർ ആൽക്കീനെ ഹീറ്റ് ചെയ്യുമ്പോൾ, ഹാലജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുമ്പോൾ ആ ഹാലജൻ അതിന്റെ ഡബിൾ ബോണ്ടിന്റെ തൊട്ടപ്പുറത്തെ കാർബൺ അലൈലിക് കാർബൺ ആണ് അഡീഷൻ നടക്കുന്നത്. ആ ഡബിൾ ബോണ്ടിൽ മാറ്റമില്ല. കാരണം ഇന്റർമീഡിയറ്റിന്റെ റെസണൻസ് സ്റ്റെബിലിറ്റി ആണ് അങ്ങനെ ഒരു ഫാക്ടർ വരാനുള്ള കാരണം. ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി എൻ ബ്രോമോ സക്സിനിമേഡിന്റെ പ്രസൻസിലുള്ള ബ്രോമിനേഷൻ ആണെങ്കിലും കിട്ടുന്നത് എന്ത് തന്നെയാണ്? അലൈലിക് പൊസിഷനിലെ ബ്രോമിനേഷൻ ആണ് നടക്കുന്നത്. That reaction is known as Paul-Ziegler addition. Paul-Ziegler reaction എന്ന് വിളിക്കാം. Paul-Ziegler reaction എന്ന് വിളിക്കാം. പിന്നെ അടുത്തൊരു വേണമെങ്കിൽ അലൈലിക് പൊസിഷനിൽ നടത്തണമെങ്കിൽ നമുക്കൊരു ഹയർ ആൽക്കീൻ തന്നിട്ടുണ്ട്. അലൈലിക് പൊസിഷനിൽ നടക്കണമെങ്കിൽ നമുക്കൊരു ഹയർ ആൽക്കീൻ ഉണ്ട്. CH3 CH ഡബിൾ ബോണ്ട് CH. അലൈലിക് പൊസിഷനിൽ ഹാലജനേഷൻ നടത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പ്ലസ് സൾഫ്യൂറൈഡ് ക്ലോറൈഡ് പെറോക്സൈഡ് അല്ലെങ്കിൽ
പെറോക്സൈഡിന്റെ പ്രസൻസിൽ അഡീഷൻ നടത്തും. അവിടെ നിങ്ങൾ ധൈര്യമായിട്ട് പ്രോഡക്റ്റ് എഴുതിക്കോളാം. അലൈലിക് പൊസിഷനിൽ. അപ്പൊ അലൈലിക്ക് നടക്കാനുള്ള അടുത്തൊരു കണ്ടീഷൻ സ്റ്റാർ ഇട്ട് നോട്ട് ചെയ്തോളൂ. അലൈലിക്ക് നടക്കാൻ, അലൈലിക്ക് കിട്ടാൻ ഒരു ഹയർ ആൽക്കീനെ അലൈലിക് പൊസിഷനിൽ ക്ലോറിനേഷൻ നടത്താൻ സൾഫ്യൂറൈഡ് ക്ലോറൈഡ് അൾട്രാ റേഡിയേഷന്റെ പെറോക്സൈഡിന്റെ പ്രസൻസ് നടത്തുമ്പോഴത്തേക്ക് അവിടെയും നടക്കുന്ന അലൈലിക് പൊസിഷനിലുള്ള ഹാലജനേഷൻ ആണ്. അപ്പൊ അലൈലിക് ഹാലജനേഷൻ അടുത്ത മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് എൻ ബ്രോമോ സക്സിനിമൈഡിന്റെ പ്രസൻസിലുള്ള അഡീഷൻ ബ്രോമിനേഷൻ. അടുത്തത് ഹയർ ടെമ്പറേച്ചറിലുള്ള ക്ലോറിന്റെ അഡീഷൻ ഹയർ ആൽക്കീൻ. അടുത്തത് സൾഫോണൈൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ അഡീഷൻ റിയാക്ഷൻ. ഇത് മൂന്ന് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. ആ മൂന്ന് റിയാക്ഷൻ നോക്കുക. ഇനി സ്ഥിരമായിട്ട് ചോദിച്ചിട്ടുള്ള അടുത്തൊരു റിയാക്ഷൻ ആണ് ഒരു സൈക്ലോ ആൽക്കീൻ തരുന്നത്. ഒരു സൈക്ലോ കോമ്പൗണ്ട്, ഒരു സൈക്ലിക് ആൽക്കീനെ തന്നിരിക്കുന്നത്. ഈ സൈക്ലിക് ആൽക്കീനെ ബ്രോമിന് CCl4 നമുക്ക് എഴുതാം, ധൈര്യമായിട്ട് നമുക്ക് എഴുതാം. പ്രോഡക്റ്റ് എന്താണെന്ന് എഴുതാം. സിംഗിൾ പ്രോഡക്റ്റ് നമ്മൾ പറയുന്നതൊക്കെ ശരിയാണ്. ഒരിടത്ത് ഡബിൾ ബോണ്ട് മാറി. പക്ഷെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ത് പ്രോഡക്റ്റ് ആണ്? ട്രാൻസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഒരു സൈക്ലിക് കോമ്പൗണ്ടിന്റെ ഹാലജനേഷൻ നടത്തുമ്പോൾ ഫോർമേഷൻ ഓഫ് ഒരു ട്രാൻസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ട്രാൻസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. നോക്കിക്കോളാം, സൈക്ലിക് കോമ്പൗണ്ട് ബ്രോമിനേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ട്രാൻസ് പ്രോഡക്റ്റ് ആണ്. അതേസമയം ഇതേ കോമ്പൗണ്ട് മെക്കാനിസം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നേരെ പോവാം. ഇതേ കോമ്പൗണ്ട് നമ്മൾ ഹൈഡ്രോസിലേഷൻ നടത്തുക. ഹൈഡ്രോസിലേഷൻ ആൽക്കലൈൻ KMnO4 പ്രസൻസിൽ ഹൈഡ്രോസിലേഷൻ നടത്തുക. ഹൈഡ്രോസിലേഷൻ നടത്തുമ്പോഴത്തേക്കും ഡബിൾ ബോണ്ട് മാറും, സിംഗിൾ ബോണ്ട് ആണ്. ഇവിടെ കിട്ടുന്ന സിസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഹൈഡ്രോസിലേഷൻ കിട്ടുന്ന പ്രോഡക്റ്റ് സിസ് പ്രോഡക്റ്റ് ആണ്. ഡോമിനേഷന്റെ പ്രോഡക്റ്റ് ട്രാൻസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഹൈഡ്രോസിലേഷന്റെ പ്രോഡക്റ്റ് സിസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ സൈക്ലോ ആൽക്കീന്റെ രണ്ട് റിയാക്ഷൻ നോട്ട് ചെയ്തിട്ടുള്ള ഡോമിനേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ട്രാൻസ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് സിസ് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇതൊക്കെയാണ് നമുക്ക് ആൽക്കീനെ സംബന്ധിച്ച് പറയാനുള്ള, എൻട്രൻസിനെ സംബന്ധിച്ച് നമുക്ക് നോക്കാനുള്ള പോയിന്റ്സ്. ആ ആൽക്കീൻസ് റിയാക്ഷൻസ് ആണ് ഞാൻ മെൻഷൻ ചെയ്തത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് യഥാർത്ഥത്തിൽ ആൽക്കീന്റെ റിയാക്ഷൻ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ക്വസ്റ്റ്യനുള്ള ഹയർ ആൽക്കീൻ തരും. ഇങ്ങനെ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. നോർമലായിട്ട് കണ്ടു എൻ ബ്രോമോ സക്സിനിമൈഡ് തരും ബ്രോമിനേഷൻ. അപ്പം കിട്ടുന്ന പ്രോഡക്റ്റ് എഴുതാൻ പറയും. നമ്മൾ ഡബിൾ ബോണ്ട് മാറ്റി സിംഗിൾ ബോണ്ട് ആക്കി അപ്പുറത്തേക്ക് ബ്രോമിൻ കൊടുത്തത് അത് തെറ്റാണ്. അതേ ഉള്ളൂ, അലൈലിക്കാണ്. പിന്നെ ഹാലജൻ അറ്റപ്പോട്ട് 700 കെൽവിൻ അല്ലെങ്കിൽ ഹയർ ടെമ്പറേച്ചർ ബ്രോമിനേഷൻ ഇതേ ഉള്ളൂ. ഇല്ലെങ്കിൽ മാർക്കോണിക്കോ ആന്റി മാർക്കോണിക്കോ പോള്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് അതിന്റെ ഓസോണോളിസിസിലെ പാരന്റ് കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എൻട്രൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആൽക്കീനെ സംബന്ധിച്ച് എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ നോർമൽ ആയിട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ആൽക്കീന്റെ പ്രിപ്പറേഷനോ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഒന്നുകൂടെ പറയുകയാണെങ്കിൽ പറഞ്ഞുതരാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ് സർ. അപ്പൊ നമുക്ക് ഇനി ഉള്ളത് ആൽക്കൈൻ ആണ്. ALKYN ആൽക്കൈൻ. ആൽക്കൈൻ അത് പെട്ടെന്ന് തന്നെ തീരും. ആൽക്കൈൻ ജസ്റ്റ് ആൽക്കീൻ നോക്കുക. ആൽക്കീൻ പറഞ്ഞിട്ട് നോക്കുക ജസ്റ്റ്.
ഓക്കെ, ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ആണ് പറയുന്നത്. ഒന്ന് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ഒന്ന് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡിൽ നിന്നും വിസിനൽ ഡൈഹാലൈഡ്. ആ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡീഹൈഡ്രോഹാലജനേഷൻ. 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 KOH alcoholic dehydrohalogenation reaction. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എഥൈൻ ആണ് പ്ലസ് this is the reaction. അപ്പം ഇത് രണ്ട് സ്റ്റെപ്പിലാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇത് രണ്ട് സ്റ്റെപ്പ് റിയാക്ഷൻ, ടു സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. വിസിനൽ ഡൈഹാലൈഡിന്റെ ഡീഹൈഡ്രോഹാലജനേഷൻ വഴിയാണ് ആൽക്കൈൻ കിട്ടുന്നത്. ഇത് രണ്ട് സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്, അറിയാം. ഒന്നാമത്തെ സ്റ്റെപ്പില് ഒരിടത്ത് എച്ചും ഒരിടത്ത് എക്സും പോയിട്ട് അവിടെ വീണ്ടും ഒരു പ്രാവശ്യം എലിമിനേഷൻ നടക്കുമ്പോഴാണ് ട്രിപ്പിൾ ബോണ്ട് CH ആയിട്ട് മാറും. രണ്ട് സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഡീഹൈഡ്രോഹാലജനേഷൻ രണ്ട് സ്റ്റെപ്പ് പ്രോഡക്റ്റ് ആണ്. ഡീഹൈഡ്രോഹാലജനേഷൻ രണ്ട് സ്റ്റെപ്പ് പ്രോസസ് ആണ്. ഇവിടെ നമ്മള് ആൽക്കഹോളിക് KOH രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ സോഡമൈഡ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ആൽക്കഹോളിക് KOHന് പകരം നമുക്ക് സോഡമൈഡ് ഉപയോഗിക്കാം. അപ്പൊ ഈൽഡ് കൂടും. എന്നാലും ശരി, ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ ആണ് ഒന്നാമത്തത്. ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ അടുത്തത് വിസിനൽ ഡൈഹാലൈഡ് ആണെന്ന് പറഞ്ഞു. വിസിനൽ ഡൈഹാലൈഡ് ആൽക്കഹോളിക് KOH. നിങ്ങൾക്കറിയാം ബീറ്റ പൊസിഷണൽ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ബീറ്റ പൊസിഷൻ ഇതിനെ സംബന്ധിച്ച് ഞാൻ ഹാലോ കോമ്പൗണ്ട് പറയുമ്പോൾ കൂടുതൽ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഡീഹൈഡ്രോഹാലജനേഷൻ റിയാക്ഷൻ രണ്ട് സ്റ്റെപ്പാണ് റിയാക്ഷൻ. അടുത്ത രണ്ടാമത്തത് കാർബണ് ഹൈഡ്രജനെ ഇലക്ട്രിക് ആർക്കിലൂടെ പാസ് ചെയ്യുമ്പോൾ കാർബൺ ഹൈഡ്രജനും ഇലക്ട്രിക് ആർക്കിലൂടെ above 3000 കെൽവിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിലിംഗ് കിട്ടും. ഈ റിയാക്ഷനെ വിളിക്കുന്ന ബർത്തലോട്ട് റിയാക്ഷൻ എന്ന് വിളിക്കും. കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അപ്പൊ അതിന് ഇലക്ട്രിക് ആർക്ക് above 3000 കെൽവിനിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അസറ്റിലിംഗ് ഗ്യാസ്. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ബർത്തലോട്ട് റിയാക്ഷൻ. രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ് ഫ്രം കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അസറ്റിലിംഗ് ഗ്യാസ് കിട്ടാനായിട്ട് നമ്മൾ കാർബൺ ഹൈഡ്രജൻ ഇലക്ട്രിക് ആർക്ക് 3000 കെൽവിനിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിലിംഗ് ബർത്തലോട്ട് റിയാക്ഷൻ എന്ന് വിളിക്കും. ഇലക്ട്രിക് ആർക്ക് above 3000 കെൽവിൻ. ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ബർത്തലോട്ട് റിയാക്ഷൻ. ബർത്തലോട്ട് റിയാക്ഷൻ. ഇനി കാൽസ്യം കാർബൈഡ് നമ്മൾ മാങ്ങയൊക്കെ പഠിപ്പിക്കാൻ വെക്കുന്ന കാൽസ്യം കാർബൈഡ് പ്ലസ് വാട്ടർ. കാൽസ്യം കാർബൈഡ് പ്ലസ് വാട്ടർ. കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് C2H പ്ലസ്. മാങ്ങ പഠിക്കുന്നത് എങ്ങനെ? അപ്പൊ മാങ്ങ പഠിക്കാൻ ഉപയോഗിക്കുന്നത് കാൽസ്യം കാർബൈഡ് അങ്ങോട്ട് ഇട്ടിട്ട് വെള്ളം വെക്കും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യം കാർബൈഡ് പ്ലസ് വാട്ടർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് എഥിലിൻ ഗ്യാസ്. അപ്പൊ അവിടെ ഫ്രം കാൽസ്യം കാർബൈഡ് മൂന്നാമത്തെ പ്രിപ്പറേഷൻ ആണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമ്മള് വേറെ രണ്ടുപേരെ പഠിച്ചു. അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡും പഠിച്ചിട്ടുണ്ട്. അലൂമിനിയം കാർബൈഡും ബെർലിയം കാർബൈഡും പഠിച്ചിട്ടുണ്ട്. അവിടെ രണ്ട് കിട്ടുന്നത് CH4 ഗ്യാസ് ആണ്. അലൂമിനിയം കാർബൈഡിൽ നിന്നും ബെർലിയം കാർബൈഡിൽ നിന്നും കിട്ടുന്നത് CH4 ഗ്യാസ് ആണ്. അതേസമയം നമുക്ക് കാൽസ്യം കാർബൈഡിന്റെ ഹൈഡ്രോളിസിസ് തരുന്നത് C2H2 ആണ്. എഥിലിൻ ഗ്യാസ് ആണ്. നോക്കിക്കോളാം, ഞാൻ മൂന്ന് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ഡീഹാലജനേഷൻ ഓഫ് ടെട്രാഹാലൈഡ്സ്.
Dehalogenation of tetrahalides. മൂന്നാമത്തെ മെത്തേഡ് ഞാൻ റൂട്ട് വരയ്ക്കുന്നത് ക്ലിയർ ആക്കിയിട്ട് ടെട്രാഹാലൈഡ് സിംഗിൾ എച്ച് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലസ് ഡീഹാലോജനേഷൻ ഓഫ് ടെട്രാഹാലൈഡ്. ടെട്രാഹാലൈഡ് തരും. ആ ടെട്രാഹാലൈഡിനെ ഡീഹൈഡ്രേഷൻ നടത്തുന്നു. അപ്പൊ അതുവഴി കിട്ടും. പിന്നെ മീഥൈന്റെ പാർഷ്യൽ ഓക്സിഡേഷൻ. മീഥൈന്റെ പാർഷ്യൽ ഓക്സിഡേഷൻ ആണെങ്കിൽ നമുക്ക് അസിഡിക് ആസിഡ്. പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് മീഥൈൻ. Partial oxidation of methane. Partial oxidation of methane. ഇത്രയും രീതിയിൽ നമുക്ക് ആൽക്കൈൻ നിർമ്മിക്കാം. ഞാൻ ആൽക്കൈൻ നിർമ്മിക്കുന്ന റൂട്ട് വരയ്ക്കാം. ഒന്ന് ഫ്രം വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡ്. വിസിനൽ എന്ന് പറയുമ്പോഴത്തേക്ക് CH ഡൈഹാലൈഡ്. വിസിനൽ ഡൈഹാലൈഡിനെ ഡീഹൈഡ്രോഹാലജനേഷൻ നടത്തുന്ന ആൽക്കഹോളിക് ഹൈഡ്രോജൻ. രണ്ട് കാർബൺ പ്ലസ് ഹൈഡ്രജൻ ഇലക്ട്രിക് ആർക്ക് above 3000 Kelvin. Third one CH4 in the partial oxidation. Partial oxidation. Fourth one tetrahalide. Okay, നമുക്ക് ആൽക്കൈൻ പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പോൾ മെത്തേഡ്സ് വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാൽസ്യം കാർബൈഡ് പ്ലസ് വാട്ടർ. These are the different methods for the preparation of alkyne. അപ്പോൾ ആൽക്കൈന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഒന്ന് ഡീഹൈഡ്രോഹാലജനേഷൻ. പിന്നെ നമുക്ക് C2H2 കിട്ടുന്ന കുറിച്ച് റിയാക്ഷൻ. ഇത്രയാണ് ആകെ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ നോക്കിക്കോളാം. വിസിനൽ ഡൈഹാലൈഡിൽ നിന്ന് എങ്ങനെ നിർമ്മിക്കാം, കാൽസ്യം കാർബൈഡിൽ നിന്ന് എങ്ങനെ നിർമ്മിക്കാം, കാർബൺ ഹൈഡ്രേറ്റിൽ നിന്ന് എങ്ങനെ നിർമ്മിക്കാം. ഇത്രയാണ് നമുക്ക്. ഇതിനകത്ത് ഒരു നെയിം റിയാക്ഷനുള്ള ബർത്തലോട്ട് റിയാക്ഷൻ മാത്രമേ നെയിം റിയാക്ഷൻ ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പൊ ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ഒന്നും വലുതായിട്ട് പറയാനില്ല, ശ്രദ്ധിച്ചാൽ മതി. ആൽക്കൈന്റെ പ്രിപ്പറേഷൻ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൻ. ഇനി ഞാൻ ആൽക്കീന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പറഞ്ഞത് കൊണ്ട് തന്നെ ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ആൽക്കൈന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഒന്നാമത്തെ നോർമൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് തന്നെ ഹൈഡ്രോജനേഷൻ, നിക്കൽ കാറ്റലിസ്റ്റ്. ഹൈഡ്രോജനേഷൻ നിക്കൽ കാറ്റലിസ്റ്റ് 575 കെൽവിൻ നമുക്കറിയാം. യെസ്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആവും. എഗെയിൻ അതിനെ ഇതേപോലെ നടത്തിയാൽ മാത്രമേ ആൽക്കൈൻ ആവത്തുള്ളൂ. അപ്പം കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ ഒന്നാമത്തെ റിയാക്ഷൻ. ആൽക്കൈന്റെ റിയാക്ഷൻ ആൽക്കീൻ പഠിച്ചത് ഒന്നുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. ആൽക്കൈൻ, ആൽക്കൈന്റെ ഒന്നാമത്തെ റിയാക്ഷൻ ഹൈഡ്രോജനേഷൻ ആണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാലജനേഷൻ, CCl4. അഗെയിൻ ഒന്നുകൂടെ നടത്തിയാൽ അത് നമ്മൾ പഠിച്ചതാ. ഇവിടെ ഇത് പഠിച്ചതാ. ഇപ്പോഴുള്ള കാര്യം ഞാൻ സംസാരിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ റൂട്ടിട്ട് വരച്ചതാണ്. ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്, ബ്രോമിൻ ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, ബ്രോമിൻ വാട്ടർ ടെസ്റ്റ്. ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ടിൽ അഡീഷൻ റിയാക്ഷൻ ആണ് പറഞ്ഞത്. അടുത്ത അഡീഷൻ ഓഫ് ഹാലജൻ ആസിഡ്. അഗെയിൻ എഴുതണമെങ്കിൽ എഴുതാം.
ഡബിൾ ബോണ്ട് എന്ത് ബോണ്ടാ? സിംഗിൾ ബോണ്ടാ. CH3 ആണ് ടെർമിനൽ CH3. അഡീഷൻ ഓഫ് ഹാലജൻ ഹൈപ്പോഹാലസ്. നേരത്തെ പറഞ്ഞത് തന്നെ വീണ്ടും പറഞ്ഞു. സർ OH അല്ലേ ആഡ് ചെയ്യണ്ട, H ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഹൈപ്പോഹാലസ് ഇങ്ങനെ സോറി ഹൈപ്പോഹാലസ് ഹൈപ്പോഹാലസ് ആസിഡിന്റെ അഡീഷൻ ഒന്ന് ശ്രദ്ധിച്ചോളെ. ഹൈപ്പോഹാലസ് ആസിഡ് ഇങ്ങനെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇതുവരെ ക്ലിയർ ആണല്ലോ. ഹൈപ്പോഹാലസിന്റെ അഡീഷൻ അത് ഫർദർ ഇങ്ങനെ ആവും. അവിടെ നിന്ന് ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്യും, ആൽഡിഹൈഡ് ആയിട്ട് മാറും. ജസ്റ്റ് നോട്ട് ചെയ്തിട്ടാണ്. Addition of hypohalous acid CH2 double bond CH triple bond. So hypohalous acid add ചെയ്യുന്നു. ഞാൻ hypohalous acid add ചെയ്യുമ്പോഴത്തേക്ക് അത് ഇതാണോ? മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി സാർ. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോളൂ. ആൽക്കൈന്റെ അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്. ബാക്കിയുള്ള റിയാക്ഷൻ പോട്ടെ. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ് ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ് ഇതാണ് പ്രോഡക്റ്റ്. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ് ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. കിട്ടുന്ന പ്രോഡക്റ്റ് ആൽഡിഹൈഡ്. അപ്പൊ എങ്ങനെയാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്യുന്നത്? വാട്ടർ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആൽഡിഹൈഡ് ആണ്. Addition of hypohalous acid important ആണ്. Addition of hypohalous acid. Addition of hypohalous acid. അടുത്ത ഇനി ഇമ്പോർട്ടന്റ് റിയാക്ഷൻസ് മാത്രമാണ് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആൽക്കൈന്റെ അടുത്ത ഇമ്പോർട്ടന്റ് റിയാക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റിയാക്ഷൻ ആണ്. Addition of water. മെർക്കുറിയുടെ പ്രോസസ്സിൽ അഡീഷൻ ഓഫ് വാട്ടർ. അഡീഷൻ ഓഫ് വാട്ടർ CH ഡബിൾ ബോണ്ട് CH. നോക്കുക അവിടെ ടെർമിനൽ ബോണ്ട് എങ്ങനെ ആയിരുന്നു. അപ്പൊ ഒരിടത്തോട്ട് ഹൈഡ്രജൻ ഒരിടത്തോട്ട് OH ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു റീ അറേഞ്ച്മെന്റ് നടക്കും. എങ്ങനെ റീ അറേഞ്ച്മെന്റ് നടക്കും? റീഅറേഞ്ച്മെന്റ് നടക്കുന്നതോടെ ഡബിൾ ബോണ്ട് മാറും. എങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആയിട്ട് മാറും.
അതിന് ഇങ്ങനെ പഠിച്ചാൽ മതി. CH സിംഗിൾ ബോണ്ട് CH ആയി. H2O ഒരിടത്തോട്ട് നമ്മൾ ഡബിൾ ബോണ്ട് പോയി, ഒരിടത്തോട്ട് 2 ഹൈഡ്രജനും പോയി എന്ന് ഓർക്കണം. H2O H വായിച്ചോട്ട് തന്നെ പോകുന്നത്, പക്ഷെ റീഅറേഞ്ച്മെന്റ് നടന്നിട്ടാണ്. ഞാൻ ആ പ്രോഡക്റ്റ് ഒന്നും പറയുന്നില്ല, പകരം ഇങ്ങനെ പഠിച്ചാൽ H2O ആയിട്ടും പോകുന്നു നോക്കുന്നു. ഇനി വേറെ ഒരാളാണെങ്കിൽ നോക്കിയേ, CH3C ട്രിപ്പിൾ ബോണ്ട് CH ആണെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്നു. CH3C സിംഗിൾ ബോണ്ട് CH, ഇത്രയും കാര്യങ്ങൾ പറയാം. ഡബിൾ ബോണ്ട് അകത്തോട്ടാ പോകുന്നത്, കീറ്റോൺ ആവും. അപ്പൊ ഇതിലെ YN ഇത് മാത്രം, ഇതേയും മാത്രമേ ആൽഡിഹൈഡ് ആവത്തുള്ളൂ, ബാക്കി എല്ലാ YNയും കീറ്റോൺ ആവത്തുള്ളൂ. ആൽക്കൈന്റെ അഡീഷൻ ഓഫ് വാട്ടർ Hg2+ H2SO4 പ്രസൻസിൽ Hg2+ന്റെയും H2SO4 പ്രസൻസിൽ ആൽക്കൈന് വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് എത്തൈൻ മാത്രം ആൽഡിഹൈഡ്, ബാക്കി എല്ലാം കീറ്റോൺ ആയിട്ട് മാറും. അപ്പൊ ആൽക്കൈൻസ് അഡീഷൻ ഓഫ് വാട്ടർ Hg2+ന്റെയും H2SO4 പ്രസൻസിലാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ കീറ്റോൺ ആവും. അതിൽ ഒരു ആൽക്കൈൻ എത്തൈൻ മാത്രം ആൽഡിഹൈഡ് ആവും, എത്തൈൻ മാത്രമേ ആൽഡിഹൈഡ് ആവത്തുള്ളൂ. രണ്ട് റിയാക്ഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻ ഞാൻ പറഞ്ഞു. ഒന്ന് അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, അടുത്ത അഡീഷൻ ഓഫ് വാട്ടർ. ഇത് രണ്ടും ഞാൻ ഒന്നുകൂടെ പറയാം. അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ് X2 രണ്ട് ഹാലജനോട് പോകും, പ്ലസ് അപ്പുറത്ത് CH ആൽഡിഹൈഡ്. കണ്ടോ? കേട്ടോ, ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് ഇങ്ങനെ മാറ്റി എഴുതും, അത്രേ ഉള്ളൂ. ബാക്കി എന്തോ ആവട്ടെ, ഇങ്ങോട്ടുള്ള എന്തോ ആവട്ടെ, Hന് പകരം ട്രിപ്പിൾ ബോണ്ടില് ഒരു ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട്, ഈ ബാലൻസിലോട്ട് 2 Xും പോയി, അപ്പുറത്ത് ആൽഡിഹൈഡുമായി, അത് മാത്രം ഓർത്തുന്നാ മതി, പ്രോഡക്റ്റ് എഴുതാൻ എളുപ്പമാണ്. വാട്ടർ ആഡ് ചെയ്യുന്നു Hg2+ന്റെയും പിന്നെ H2SO4 പ്രസൻസിലാണെങ്കിൽ CH സിംഗിൾ ബോണ്ട് CH ആക്കി, ഇവിടോട്ട് ഡബിൾ ബോണ്ട് ഓയിൽ കൊടുത്ത് ഇവിടോട്ട് നിങ്ങൾ 2 ഹൈഡ്രജൻ കൊടുത്തു, ഇങ്ങനെ ഓർത്തുന്നാ മതി. അപ്പൊ ആൽക്കൈന്റെ രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത്. ഒന്ന് അഡീഷൻ ഓഫ് ഹൈപ്പോഹാലസ് ആസിഡ്, ഒന്ന് അഡീഷൻ ഓഫ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് HgSO4 and H2SO4. അടുത്ത അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്, ട്രിപ്പിൾ ബോണ്ടിലോട്ട് ഹൈഡ്രജൻ സയനൈഡ് ആയിരുന്നു. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്, ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്ത് ബോണ്ടായി? ഡബിൾ ബോണ്ടായി. ഒരിടത്തോട്ട് ഹൈഡ്രജൻ പോയി, ഒരിടത്തോട്ട് സയനൈഡ് പോയി. അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് in the presence of barium cyanide. Addition of hydrogen cyanide in the presence of barium cyanide. അത് സിമ്പിൾ ആണ്. ഒരിടത്തോട്ട് ഹൈഡ്രജൻ പോകുന്നു, ഒരിടത്തോട്ട് സയനൈഡ് പോകുന്നു. അപ്പൊ ഇത്രയും റിയാക്ഷൻസ് ഓർത്തിരിക്കുക. സിമ്പിൾ ആണ് പറഞ്ഞത്. അപ്പൊ അത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞു. രണ്ട് റിയാക്ഷൻ, ഇനി നമുക്ക് ഏതാണ്ട് 15 റിയാക്ഷൻ പറയാനുണ്ട്. അപ്പൊ പറയുന്നതിന് മുമ്പിട്ട്, ഇത് തീർക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്ത ദിവസം ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയണം. ആൽക്കൈൻ ഇപ്പൊ സെക്കൻഡ് ഇയറിലെ പോർഷനിലോട്ട് പോവാണ്. ബെൻസീൻ കൂടെ പറഞ്ഞുകൊണ്ട് സെക്കൻഡ് ഇയറിലെ പോർഷൻ ഹാലോ ആൽക്കൈൻസ്, ഹാലോ അറീൻസും ആൽക്കഹോൾ ഫീനോൾ ഈതറും ഒന്ന് നോക്കി വെച്ചേക്കാം. ഹാലോ ആൽക്കൈൻസ്, ഹാലോ അറീന്, ആൽക്കഹോൾ ഫീനോൾ ഈതറും ഒന്ന് നോക്കി വെച്ചേക്കാം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സർ. അപ്പം ആൽക്കഹോൾ ഫീനോൾ ഈതറും ഹാലോ ആൽക്കൈൻസ്, ഹാലോ അറീൻസ് ഒന്ന് നോക്കി വെച്ചേക്ക്. നാളെ 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അപ്പൊ ഇന്ന് 1.5 മണിക്കൂർ നമ്മൾ എടുക്കുന്നുള്ളൂ, കാരണം ഒരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ടാണ്. അപ്പം പറയുന്ന മനസ്സിലായിട്ടുണ്ടല്ലോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റൂട്ട് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി. അലൈലിക് ബ്രോമിനേഷൻ, എൻബ്രോമോസക്സിനിമേഡിൽ കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇതുപോലെ റൂട്ടുകൾ പിന്നെ ഒരു 7 കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തീരും. അടുത്ത ദിവസം ഹാലോ അറീൻസും ഹാലോ ആൽക്കൈൻസ്, അത് സിമ്പിൾ ആണ്, ഇത്രയൊന്നും വലിയ റൂട്ടുകളില്ല. ഹാലോ SN1 SN2 സ്പീഡ്,
റിയാക്ടിവിറ്റിയുടെ ഓർഡർ, ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ വരാൻ സാധ്യതയുള്ളൂ. ആൽക്കഹോൾ ഫീനോൾ ഈതർ, ആൽക്കഹോൾ ഫീനോൾ ഈതർ, അത് ആൽക്കഹോൾ ഫീനോൾ ഈതർ വരെ തീർത്തിട്ട് നിർത്തത്തുള്ളൂ. അടുത്ത ദിവസം ക്ലാസ് 9 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു നെയിം റിയാക്ഷൻ എങ്ങനെ വരാം എല്ലാം പറഞ്ഞു. എല്ലാം ഒന്ന് ഓടിച്ച് തീർത്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഒന്ന് പറയാം, നോക്കിക്കോളൂ. ഇന്ന് പറഞ്ഞത് തന്നെ വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പം നോക്കി, അലൈലിക് ബ്രോമിനേഷൻ ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. എൻ ബ്രോമോസക്സിനിമേഡിലെ പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആ ഒരുപാട് ക്വസ്റ്റ്യൻ, അതായത് പെറോക്സൈഡിലുള്ള ഓക്സിഡേഷൻ ചോദിച്ചിട്ടുണ്ട്. 2015 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓസോണോളിസിസ് പ്രോഡക്റ്റ് എന്നിട്ട് പാരന്റ് കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻ അയച്ചു തരാം. അപ്പൊ ആ ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അടുത്ത ദിവസം നോക്കുമ്പോ ആ ഒരു ഇത്രയും കോമ്പൗണ്ട് ജസ്റ്റ് നോക്കുക. ഡൗട്ട് ഉള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് നോക്കണം. ആലോ ആൽക്കൈൻസ്, ആൽക്കഹോൾ ഫീനോൾ ഈതർ വരെ. സാർ ഓ സാർ ഐസോമെർസ് ഒന്ന് പഠിപ്പിക്കൂ നാളെ. ഐസോമെർസിന്റെ ക്വസ്റ്റ്യൻ ചെയ്താ പോരെ? അതായാലും മതി. മറ്റേ കീറ്റോയിനോൾ, ടോട്ടോമെർസ്, കീറ്റോയിനോളും അത് പറഞ്ഞുതരാം. അത് രണ്ടു പറഞ്ഞു. അല്ല, അത് രണ്ടു പറഞ്ഞു തരണേ. ശരി ശരി. അപ്പൊ ഐസോമെർസും കൂടെ ചേർത്ത് നാളെ എടുക്കാം. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? സർ പ്ലസ് ഐ മൈനസ് എഫക്റ്റിന്റെ സ്റ്റെബിലിറ്റി ചെയ്യിപ്പിച്ചോ? പ്ലസ് ഐ എഫക്ട് മൈനസ് ഐന്റെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്തില്ല. അതൊന്നും ചെയ്യിപ്പിക്കണേ. അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്ത പിന്നെ കാർബ് കാറ്റോണിന്റെ കാർബാനോണിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ വെച്ചിട്ട് റിയാക്ടിവിറ്റിയുടെ ഓർഡർ പറഞ്ഞതേ ഉള്ളൂ, ചെയ്തില്ല. ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ടോപ്പിക് ആയിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഏതെങ്കിലും സാറേ, മീസോ കോമ്പൗണ്ടിന്റെ ഒക്കെ നമ്പർ കണ്ടുപിടിക്കുന്ന, ഏതാ മീസോ കോമ്പൗണ്ടിന്റെ എണ്ണം കണ്ടുപിടിക്കുന്നതൊക്കെ അത് നമ്മൾ സ്റ്റീരിയോ ഹാലോ ആൽക്കൈൻസ്, ഹാലോ റിംഗ്സ് പറയുമ്പോൾ ഐസോമേഴ്സ് മൊത്തം പറയാം. നമുക്ക് മീസോ കോമ്പൗണ്ട് 2 പോസിബിൾ ഐസോമറിനകത്ത് ഓഡ് നമ്പർ വരുമ്പോൾ ഈവൻ നമ്പർ വരുമ്പോൾ ആ കൈറാൽ സെന്ററിന്റെ എണ്ണം നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ? അത് തന്നെ. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലിയർ ആവും. ഓക്കെ സാർ, ഇന്ന് പഠിപ്പിച്ച ഓസോണോളിസിസിൽ സിങ്കിന് പകരം H2O2 ചേർത്താൽ വേറൊരു പ്രോഡക്റ്റ് കിട്ടും, അങ്ങനെ വല്ലതും ഉണ്ടോ? കേട്ടില്ല. ഓസോണോളിസിസ് അതില് H2O2 രണ്ടാമത് റിയേജന്റ് ആയിട്ട് ആഡ് ചെയ്ത പ്രോഡക്റ്റ് വ്യത്യാസം വരും? ഇല്ല, പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞ ആൾറെഡി കിട്ടും സെയിം തന്നെ, സിങ്കിന്റെ അതേ കണക്ക്. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് വാട്സാപ്പ് ചെയ്തിരുന്നാൽ ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല. നമ്പർ ഉണ്ടോ? ഹലോ, ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? സാർ അയച്ചു തരാം പിന്നീട്. ശരി ശരി, അത് മതി. ഓക്കെ, ഞാൻ നിർത്തട്ടോ.
നാളെ എടുക്കാം. ബാക്കി നാളെ വരുമ്പോ നമ്മള് ആ കോമ്പൗണ്ടിലേക്ക് തന്നെ പോകും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ ഏതാണ്ട് 3 ചാപ്റ്റർ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബൺ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയതേ ഉള്ളൂ. ആലോ ആൽക്കൈൻസ് ആലോറിൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, സെക്കൻഡറി പഠിച്ചത്. അപ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ. ഇനി ബെൻസീൻ ഉണ്ട്, അപ്പൊ അത് കുറച്ച് എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ Okay, sir. Yes, sir. ഓക്കെ Thank you, sir. Thank you, sir. Thank you, sir. ഓക്കെ.